യേശുവൻ കരത്തിൽ പിടിച്ച താൻ താഴുകില്ല. എന്നെ ക്ഷണിച്ചു, ദൈവനാമമഹത്വത്തിനായിട്ട് ക്ഷണിച്ചു. ഞാനിവിടെ വരുവാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് തന്നൊരു നിയോഗപ്രകാരം കോട്ടയത്തു നിന്നും എൻ്റെ ഒരു സഹോദരൻ പാസ്റ്റർ ബിജു ഉണ്ട്. അദ്ദേഹത്തെ കൂടെ വിളിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചതുകൊണ്ട് അദ്ദേഹത്തെയും ക്ഷണിക്കുവാൻ ഇടയായി. ദൈവകൃപയാൽ അദ്ദേഹത്തിനും ഇവിടെ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ആമേൻ. ദൈവദാസന്മാരും വിശ്വാസികളും കൂടി വരുന്നിടത്ത് എന്താ സംഭവിക്കുന്ന? അഭിഷേകത്തിന്റെ അഭിഷേകങ്ങൾ വർദ്ധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു, സ്തോത്രം, വലിയൊരു മിറക്കിൾ നടക്കാൻ പോവാണ്. അനേകരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഇന്ന് ദൈവത്തിന്റെ മറുപടി ലഭിക്കാൻ പോവുക, അല്ലെങ്കിൽ മറുപടി ലഭിക്കാനായിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് അല്പസമയം എടുത്തിട്ട് ഞാൻ ദൈവദാസനെ ഞാൻ കൈമാറും. അദ്ദേഹം ശുശ്രൂഷിക്കും. ഞാൻ ഇന്നും നാളെയൊക്കെ നമ്മളിവിടെ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ ശുശ്രൂഷിക്കാൻ നമുക്ക് സമയമെടുക്കാം. ഇവിടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 18-ഉം 19-ഉം. സുവിശേഷം 18-ാം അധ്യായം 18-ഉം 19-ഉം വചനങ്ങൾ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. സ്വർഗത്തിലും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഈ വാക്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, എന്നാൽ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രോഗാവസ്ഥയാവട്ടെ, എന്ത് ബന്ധനമാവട്ടെ, കടഭാരമാവട്ടെ, സ്തോത്രം, ഇന്ന് അഴിയാൻ പോകുന്ന ദിവസമാണ്. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നടക്കട്ടെ. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ, അഴിയാത്ത ബന്ധനങ്ങളും മാറാത്ത രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളുമായി നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രത്തോടെ. ഹല്ലേലൂയ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ സത്യമായിട്ട് ആരാ പറഞ്ഞത്? യേശുവാണ് പറഞ്ഞതെങ്കിൽ, യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും. പക്ഷെ നമ്മളതിനെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഇത് കേട്ടാ പോലെ ആത്മാവിൽ അതങ്ങ് ഏറ്റെടുക്കണം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് കേൾക്കുക മാത്രമല്ല, കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. പക്ഷെ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. വീശുമരം എന്റെ കയ്യിലുണ്ട്. വീശുമരത്തിന് 2 പ്രവൃത്തിയുണ്ട്. ആമേൻ. ഈ കനലായിരിക്കുന്ന തീയില്ലേ, അതിലെ ഒന്ന് വീശി കൊടുത്താൽ അത് കത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 വീശുമ്പോൾ നമ്മുടെ അശുദ്ധിയെല്ലാം മാറും. 2 കാര്യങ്ങൾ ഇവിടെ നടക്കും. ആമേൻ. ഈ 2ന്റെ മർമ്മം എന്ന് പറയുന്നത്, നമുക്കൊക്കെ അഭിഷേകം ഉണ്ട്, വിശ്വാസമുണ്ട്, അഭിഷേകമുണ്ട്, കാര്യമൊക്കെ ശരിയാ.
പക്ഷെ നമ്മുടെ ഈ കൂടി വരവിന്റെ ഉദ്ദേശം വിശ്വാസികളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ വന്നിരിക്കുന്നുവെങ്കിലും ഇന്ന് വരുന്നതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് വിശ്വാസമുണ്ട്, കാര്യങ്ങൾ ശരിയാ. പക്ഷേ ഇന്നത്തെ ഈ മീറ്റിംഗിൽ, നാളെ നടക്കുന്ന മീറ്റിംഗിൽ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത് എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ ഇടയാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഇനി രണ്ട്, ഈ അശുദ്ധി വീശുമ്പോൾ കളകൾ, ഈ എന്താ, ദൈവത്തിന് ആവശ്യമില്ലാത്ത കളകളെല്ലാം പറന്നു പോകും. ആമേൻ. ദൈവദാസന്മാര് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിന്റെ ഒരു വീശല. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന് നീ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. എന്റെ കർത്താവേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പരിശുദ്ധാത്മാവ് പ്രവൃത്തി ചെയ്യും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവരാണ്. അത് സത്യാത്മാവാണ്. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സത്യദൈവത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചതിന്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. സർവശക്തനായ യേശു കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി. ആമേൻ, ആമേൻ. എന്താ ഇതിന്റെ മർമ്മം? നമ്മൾ എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാത്തത് എന്താ? നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ദൈവ വചനം കേൾക്കുമ്പോ ആ സമയത്തൊരു നിഷ്കളങ്കതയൊക്കെ നമുക്ക് വരും. പക്ഷെ അതല്ല, അത് കഴിഞ്ഞിട്ടും ദൈവവചനം കേൾക്കുമ്പോൾ നടക്കുന്ന ഒരു തീരുമാനമാണ്. ദൈവവചനത്തെ മുൻപ് കേൾക്കുമ്പോൾ എനിക്കൊരു മാനസാന്തരം ഉണ്ടാകണം. എന്താണ് മാനസാന്തരം? പാപത്തിന്റെ വഴികൾ വിട്ടിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നീ മുൻപോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് മാനസാന്തരം. ഇന്നൊരു മാനസാന്തരത്തിന്റെ കാറ്റ് വീശണം. മാനസാന്തരത്തിന്റെ അതിനെതിരായിട്ട് നിൽക്കുന്ന ചില പതിരുകൾ വീശുമ്പോൾ അത് മാറിപ്പോകുവാനിടയാക്കി. അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇന്ന് കാഴ്ചക്കാരായിട്ട് ആരും വന്നിട്ടില്ലല്ലോ. ഇന്ന് പ്രാപിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കുക. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി എത്ര പേർക്ക് ആവശ്യമുണ്ട്? വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഈ കരങ്ങളടിക്കുമ്പോൾ, സ്വപ്നം പറയുമ്പോൾ ഒരു ആത്മശക്തി വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുകയാണ്, നിന്റെ അധരത്തിൽ വ്യാപരിക്കുകയാണ്, നിന്റെ ശരീരത്തിൽ, നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്റെ അഭിഷേകം വർദ്ധിക്കുവാനിടയായി തീർന്നത് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ
ഐക്യത വേണം. ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഭിന്നിപ്പുകൾ മാറും. ചിലരോട് പിണക്കമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്നിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുന്നു. അത് ആരുടെങ്കിലും മനസ്സിനകത്ത് പ്രയാസമോ, മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളിൽ കാണും. പക്ഷെ ആ പ്രയാസം വെച്ചുകൊണ്ടിരുന്നാൽ പറ്റി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ വൈകും. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും കൈപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെന്ന് ഐക്യമത്യപ്പെടുക. അതിനകത്ത് ഒരു ഇത്തിരി താന്നെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നീ താന്നോ. പക്ഷെ ഞാൻ താഴുമ്പോൾ എന്റെ ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത്. ആമേൻ. ഞാൻ അവന്റെ മുമ്പിൽ താന്നാൽ എങ്ങനെയാ? എനിക്ക് കാശും പണമുണ്ടല്ലോ. കാശും പണമൊന്നും ഒരു കാര്യമില്ല. നീ നിന്നെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ, ദൈവവചനത്തിന്റെ മുമ്പിലാണ് ഞാൻ താഴുന്നത്. ഞാൻ എന്നെ താഴ്ത്തുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ താഴുവാൻ തയ്യാറായാൽ, വിധേയപ്പെടുവാൻ തയ്യാറായാൽ, അടുത്ത സെക്കൻഡിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്നിലേക്ക് വരികയാണ്. Praise the Lord. Praise the Lord. മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പക്ഷേ പ്രാർത്ഥിക്കുന്നത് ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടിയിട്ടാവണം. Praise the Lord. Hallelujah. ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെടുകയാണെങ്കിൽ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, പരിശുദ്ധാത്മാവായിട്ട് നീ ഐക്യതപ്പെട്ടു, യേശുവായിട്ട് നീ ഐക്യതപ്പെട്ടു. ഇതിന് രണ്ടും ഐക്യത വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ദൈവം പിന്നെ അവിടെ ഇരിക്കത്തില്ല. നിന്റെ പ്രശ്നത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. താഴുമ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായതുകൊണ്ട് എന്നെ മാനിക്കുവാൻ അവൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഞാനോ കുറയണം, അവനോ വളരണം. അപ്പൊ എന്തിനകത്ത് ആരുണ്ട്? ക്രിസ്തു. ഈ ക്രിസ്തുവിനെ ഒന്ന് ക്രിസ്തുവിനെ വളരുവാൻ ക്രിസ്തു വളർന്നതല്ലേ? അതെ. പക്ഷെ എന്നിലുള്ള ക്രിസ്തു ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ, ഞാൻ മണിക്കൂറോളം ഇരുന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ദൈവത്തിന്റെ ദൂത് എന്നോട് ഇടപെടുകയാണ്, നീ മാനസാന്തരപ്പെടണം, ഇന്ന വിഷയത്തിൽ നിനക്കൊരു മാനസാന്തരം വരണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ എവിടെ വിടുതൽ നടക്കുന്നു? അപ്പൊ എന്റെ പ്രശ്നത്തിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ അതിനെ അനുവദിച്ചു കൊടുക്കണം. ദൂത് എന്തിനാ വരുന്നത് എനിക്കറിയത്തില്ല. സ്വന്തം ഞാനവിടെ ഇന്നത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല, ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത് ഇവിടെ ഉള്ളവരുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം തമ്പുരാണെന്ന് ഓർമ്മ. അപ്പോൾ ഒരു ഐക്യത ഇവിടെ ആവശ്യമാണ്. ഒരു ഐക്യത ഇവിടെ ആവശ്യം. രണ്ടുപേർ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥി, 2-3 പേരുണ്ടെങ്കിൽ, 2 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു ഐക്യത ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉറപ്പാണ്.
ഇത് പലതും പല പ്രാവശ്യം ഇത് നിങ്ങൾ കേട്ട വചനമാണെങ്കിൽ പോലും പിന്നെയും പിന്നെയും ദൈവം നമ്മള് അനുസരിക്കുന്നത് വരെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ. അങ്ങനെ തഴപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല, നീ കേട്ടതല്ല, ഇപ്പോൾ കേട്ടത് നീ സ്വീകരിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന് അത്ഭുതം നടക്കാൻ പോകും. ഇതാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. അതേതാ? ദൈവത്തിന്റെ വചനം നീ ശ്രവിക്കുന്ന സമയത്ത്. പലപ്പോഴും ഈ കോടിലൊക്കെ ദൈവദാസന്മാരും വചനം വിളിച്ചു പറയുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആവശ്യക്കാരൻ കേൾക്കും. ആരാന്നറിയാമോ? ഹൃദയം നിറങ്ങിയവൻ കേൾക്കും. ഒരു പക്ഷെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയും, പക്ഷെ ഹൃദയം നുറുങ്ങിയവൻ ആ ഭാഗത്ത് അവന് വേണ്ടിയാ ആ ദൈവദാസൻ അവിടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ! ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥല. നുറുങ്ങിപ്പോയെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. സ്തോത്രം. നുറുക്കപ്പെടുന്നത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും. ഈ നുറുക്കപ്പെടുന്ന ദൈവത്തെ കൂടുതൽ. അപ്പൊ ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പ്രശ്നമാണല്ലോ. ഒരു പ്രശ്നമല്ല, മറുപടി കൊണ്ട്. സ്തോത്രം. നീ യേശുവിന് കൈവിട്ടാലും യേശു നിന്നെ കൈവിടത്തില്ല. കാര്യം വിളിച്ചവനും വിശ്വസ്തനാണ്. എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ വന്നിരുന്ന യേശുവിന്റെ വചനത്തെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം തന്നെ എന്നെ വിട്ടിരിക്കുന്നത്. എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടൊന്നുമല്ല. ആമേൻ. പക്ഷേ അകത്ത് ഒരു ആത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിനു വേണ്ടി എന്നെ ദൈവം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ സമർപ്പണം, താഴ്മ, ഇത് രണ്ടുമാണല്ലോ ഞാൻ പറഞ്ഞത്. ഐക്യത പറയുവാനിടയായി. ബെഥാനിയയിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ ഒരു സമയം മാർത്തായോട് പറഞ്ഞു, മാർത്ത നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇല്ലേ? അതിനു മുമ്പ് ഒരു മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോണേ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ല. നോക്കണേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പൊ മാർത്തയ്ക്ക് ഒരു ഉറപ്പുണ്ട്. എന്താ? യേശു ഉള്ള സ്ഥലത്ത് എന്തില്ല? മരണമില്ല. യേശു എവിടെയുണ്ടോ അവിടെ എന്തില്ല? മരണമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കും. അപ്പൊ മാർത്തയുടെ വിഷമം എന്താ? യേശു അവിടെ ഇല്ലാതെ പോയതാണ് മാർത്തയുടെ വിഷമം. ആണോ? പലപ്പോഴും നമ്മൾ പറയുന്നില്ലേ, അച്ചാച്ചനോട് ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നോ, അമ്മച്ചിയുടെ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യമില്ല. എന്നതുപോലെ മാർത്ത പറയുവാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കും. അത് കണ്ടിട്ട് മാർത്ത വേറൊരു കാര്യം കൂടി പറഞ്ഞെന്നറിയാമോ? ഇപ്പോഴും നീ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് ചെയ്തു തരും എന്ന് ഞാൻ അറിയുന്നു. എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ പ്രാർത്ഥിച്ചാൽ ഇപ്പോഴും അതിനൊരു വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്വന്തം ചെയ്യും. എനിക്ക് പ്രശ്നമുണ്ട്, കാര്യം ശരിയാ.
പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, അതും ശരിയാ. പക്ഷെ ഇപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചാൽ എന്റെ വിഷയം നടക്കും എന്നതായിരിക്കുന്ന ഒരു ഉറപ്പ് നിന്റെ അകത്തുണ്ടല്ലോ. അത് പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് ഇട്ട് തന്നിരിക്കുന്ന ഒരു ഉറപ്പ്. മനസ്സിലാക്കിക്കോണം. ഇന്ന് ആ ഉറപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പ്രിയപ്പെട്ട, ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ പണിയത്തുള്ളൂ. അവൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന മറുപടികൾക്കൊക്കെ മറുപടി ചെറുതായിട്ട് തരുമെങ്കിലും സ്തോത്രം, ആദ്യം അവൻ ചെയ്തു നോക്കുന്നത് ഒരു ഉറപ്പ് വേണം. എനിക്കൊരു ഉറപ്പ്. ആദ്യം ഉറപ്പുള്ള പാറമേൽ അവൻ നിർത്തുവാൻ, ക്രിസ്തുവെന്ന പാറമേൽ ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചില പണികൾ നടത്തുന്ന സമയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്വം കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? പിന്നെന്താ പറഞ്ഞ? ഉറപ്പും സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ആ റൈറ്റ് ടൈമിലേക്ക് വരുമ്പോൾ എന്റെ ദൈവം തമ്പുരാൻ മറുപടി തന്നിരിക്കുമെന്നുള്ള ഉറപ്പുള്ളവർക്കായി തോന്നുന്നു. കുറച്ചു നാളത്തേക്ക് മിണ്ടാതിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ലാസർ മരിച്ചിട്ട് ആളെ പറഞ്ഞു വിട്ടു. യേശു അവിടെ ഇല്ല. ബെഥാനിയിലെ കുടുംബം യേശു ക്രിസ്തു വളരെയധികം സ്നേഹിക്കുന്ന കുടുംബമാണ്. പെട്ടെന്ന് ലാസർ മരിച്ചു, ആളെ പറഞ്ഞു വിട്ടു, യേശു വന്നില്ല. യേശു വരാതിരുന്നത് ലാസർ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ദൈവത്തിന് ഒരു സമയമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ആരും അറിയരുതെന്നാണ്. നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണല്ലോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ. പക്ഷേ ദൈവം പ്രവർത്തിച്ച 4 പേര് അറിയും. ആമേൻ, ആമേൻ. ഞാൻ സമയം പോകുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം. എന്താ മറിയയോട് ചെന്ന് പറഞ്ഞപ്പോ മറിയ ഓടി വന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? മാർത്ത അവിടെ നിന്ന് തർക്കിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിക്കില്ലായിരുന്നു, അതൊക്കെ ശരിയാണ്, ദീപത്തിയാചരിക്കുന്നത് അതൊക്കെ ശരിയാ. പക്ഷെ മറിയത്തോട് കാര്യം പറഞ്ഞപ്പോ മറിയം ഓടി വന്ന് യേശുവിനെ കണ്ടാറേ അവന്റെ കാൽക്കൽ വീണു. രണ്ട് വ്യത്യാസം കണ്ടോ? മറിയം കാൽക്കൽ വീണു, മാർത്ത കാൽക്കൽ വീണില്ല. ദൂത് പിടികിട്ടിയോ? മെസ്സേജ് പിടികിട്ടിയോ? ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ എപ്പോ വന്നിരുന്നാലും നിന്നെ തന്നെ താഴ്ത്തുക. ഒരു പൂർണ്ണ സമർപ്പണം നിന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരണം. പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തിലേക്ക് നീ വന്നു കഴിയുമ്പോൾ നീ ദൈവം പരിശോധിക്കും. നിന്റെ മാനസാന്തരത്തിന്റെ ലെവൽ ഒന്ന് ശരിയായി കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂതിന്റെ മുൻപിൽ, എന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നവർക്കൊന്ന് സ്തോത്രം ചെയ്ത് കരങ്ങളടിച്ച് സ്തോത്രം ചെയ്തേ. ഒരു സമർപ്പണത്തോടുകൂടി മറിയം കാൽക്കൽ വീണതുപോലെ ഒരു പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു ഏറ്റുപറച്ചിൽ, ഒരു ഭാവത്തിന്റെ ഏറ്റുപറച്ചിൽ, നമ്മുടെ പൊറുകളെ കൊണ്ട് ഏറ്റുപറച്ചിൽ. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവര് ശുഭം വരുന്നില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് എന്ത് ലഭിക്കും? കരുണ ലഭിക്കും.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പ്രശ്നം പരിഹരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേലും കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു? മറിയ കരഞ്ഞു. ശ്രദ്ധിച്ചോ, മറിയ കരഞ്ഞു, യേശുവും കരഞ്ഞു. അവിടെ നോ ആർഗ്യുമെന്റ്, അവിടെ ഒരു ചർച്ചയില്ല. യേശു ചോദിക്കുക, അടക്കിയത് എവിടെയാ എന്ന് വെച്ചാൽ, ഒരു പൂർണ്ണ സമർപ്പണത്തോടു കൂടി നീ ആയിരിക്കുന്നുവെങ്കിൽ കൂടുതൽ സമയമൊന്നും പ്രാർത്ഥിച്ച സമയം കളയണ്ട. യെസ്, നിന്റെ പ്രശ്നം എവിടെയാണെന്ന് യേശു തൊടാൻ പോവാ. യേശു തൊടാൻ പോവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് 2 ദിവസത്തെ കൺവെൻഷനുള്ളിൽ എന്റെ പ്രശ്നത്തിന്റെ മേൽ യേശു തൊടും. ഒരു സമർപ്പണം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചത് അവൻ അടങ്ങിയിരിക്കുന്നത് എവിടെയാ? നേരെ യേശു കരഞ്ഞു, മറിയം കരഞ്ഞു, യേശുവും കരഞ്ഞു. പിന്നെ നടന്നത് എന്താ? സ്തോത്രം ഉയർപ്പിക്കുവാൻ, ലാസറെ ഉയർപ്പിക്കുവാൻ നേരം അവിടെ ചെന്നിട്ട് പറഞ്ഞു, കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ആമേൻ, ആമേൻ. ഞാൻ തൽക്കാലം അവിടെ നിർത്തുക. ഇനി കല്ല് എന്താണെന്ന് ഇനി വരുന്ന സമയം ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. ഏതായാലും കുറെ കല്ലുകളൊക്കെ ഉണ്ടോ? ഉണ്ടോ? കല്ലുള്ളവർ സ്തോത്രം പറഞ്ഞ്. കല്ലുപോലെ ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ കുറെ കല്ലുണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമായിരിക്കുന്ന ചില കല്ലുകളുണ്ട്. ആമേൻ. കല്ലുപോലെ ഒന്ന് ഇരിക്കാനല്ല പറഞ്ഞത്. സ്തോത്രം. നീ മഞ്ഞുപോലെ ഒരുകാനാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ ഒരുങ്ങുമ്പോൾ, നിന്റെ മനസ്സ് കരഞ്ഞു പിടയുമ്പോൾ, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അവൻ മുഖം തിരിഞ്ഞു പോകുന്നവനല്ല. ഹല്ലേലൂയ. അപ്പൊ എന്നെ വിളിച്ച് ദൈവദാസനും ഇവിടെ ഉള്ളവരെ നമ്മൾ ഐക്യതയിലേക്ക് വന്നിട്ടുണ്ട്. അതെ, സാമ്പത്തിക പേഴ്സൺ ഞങ്ങൾ തമ്മിൽ ഒരു സമയത്ത് ഒരു ഐക്യതയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതേപോലെ വർഷങ്ങളായിട്ട് ഒരു ഐക്യതയിലേക്ക് ദൈവദാസന ഭാഷ ബിജു, ആമേൻ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത വചനം പറയുവാനായിട്ട് കലങ്ങളടിച്ച് അദ്ദേഹത്തെ ഞാൻ